അപ്പോൾ ഹായ് മൈ സ്വീറ്റാർട്സ്, വെൽക്കം ടു മൈ ചാനൽ നാച്ചുറൽ ആൻഡ് ഹെൽത്തി ടിപ്സ് ഫോർ ലൈഫ്. അപ്പം ഈ വീഡിയോൻ്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ഗെറ്റ് ടു നോ മീ വീഡിയോ ആണ്, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ ഞാൻ എവിടെയാണ്, ഞാൻ എന്താ ചെയ്യുന്നത്, പിന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. അപ്പം എൻ്റെ പേര് ടാനിയ സൂസൻ ഗോംസ് ആണ്. വീട്ടിൽ വിളിക്കുന്ന പേര് മമ്മ വിളിക്കുന്നത് അപ്പൂസ് എന്നാണ്. പിന്നെ ടാനി, ടാനു അങ്ങനെയൊക്കെ കുറേ പേര് വിളിക്കും. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു, ഞാൻ കാലിക്കറ്റ് ആണ് കേട്ടോ എൻ്റെ താമസം. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എല്ലാം കാലിക്കറ്റിലാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മമ്മ ഉണ്ട്, ഡാഡ് ഉണ്ട്, പിന്നെ ഗ്രാൻഡ്മ ഉണ്ട്. ചേച്ചി ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാറിൽ സെറ്റിൽഡ് ആണ്. ചേച്ചി എൻജിനീയർ ആണ്. പിന്നെന്താ എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഐസ്ക്രീംസ്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര പ്ലംപി ആയിട്ടിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ, കുറേ കഴിക്കും. പിന്നെ പിന്നെ ഞാനൊരു ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്. ഞാൻ BSc ബോട്ടണി ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. ഞാനത് സെൻറ്റ് ജോസഫ്സ് കോളേജ് ഫോർ വുമൻസ് ആലപ്പിയിലാണ് ചെയ്തത്. മമ്മൻ്റെ നാട് ആലപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ചേഞ്ച് വേണ്ടേ, അതുകൊണ്ട് ഞാൻ അവിടെ പോയി പഠിച്ചു. പിന്നെ ഇനി ഞാൻ MSc ചെയ്യാൻ പോവുകയാണ്. അപ്പം അഡ്മിഷൻസിൻ്റെ ടൈമൊന്നും ആയിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ റെഡിയായി വരുന്നുണ്ട്, ഓൺ പ്രോസസ്സാണ്. അപ്പോൾ എൻ്റെ സ്കൂളിങ്ങിനെ പറ്റി ഞാൻ അധികം അവരോട് പറഞ്ഞിട്ടില്ല. എൻ്റെ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് ഇവിടെ കാലിക്കറ്റിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ളൊരു സ്കൂളാണ് സെൻറ്റ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ അവിടെ ഒരു ജോസഫൈൻ ആയിരുന്നു. അതേപോലെ ഞാൻ ഡിഗ്രി പഠിച്ചപ്പോൾ അവിടെയും സെൻറ്റ് ജോസഫ്സ് വുമൻസ് ആലപ്പിയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെയും ഞാനൊരു ജോസഫൈറ്റ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ജോസഫൈറ്റ് ആണ് ഞാൻ. പിന്നെ എൻ്റെ സ്കൂളിലത്തെ മെമ്മറീസും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അത്രയുമാണ്. കാരണം എനിക്ക് അത്രയും ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലാണ് എൻ്റെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും. പിന്നെ എൻ്റെ പഴയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോഴും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ സ്കൂളിംഗ് ലൈഫ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവിടെയും ഞാനൊരു ജോസഫൈനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയും എനിക്ക് വളരെ 3 years അവിടെ ഞാൻ BSc ബോട്ടണി ആയിരുന്നു ചെയ്തത്. നമ്മളെ ക്ലാസ്സിലത്തെ ടീച്ചേഴ്സ് അവരെല്ലാവരും വളരെ നല്ല ടീച്ചേഴ്സാണ്. എല്ലാ കാര്യം നമുക്ക് എൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവരെല്ലാം നമ്മുടെ അടുത്ത് എല്ലാം നമുക്ക് പറഞ്ഞു തരും പെട്ടെന്ന്. വളരെ നല്ല ടീച്ചേഴ്സാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ 3 years കെനോസിൻ ഹോസ്റ്റലിലായിരുന്നു ഞാൻ. അപ്പം കെനോസിൻ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹോസ്റ്റൽ പിള്ളേരൊക്കെ വളരെ നല്ല കുട്ടികളായിരുന്നു. വെച്ചാൽ എനിക്കൊരു ബാഡ് ഫീലിംഗ് അവരുടെ അടുത്ത് ആരുടെ ഇതുവരെ നമ്മുടെ ഹോമിൽ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റേഴ്സായിട്ട് നമ്മൾ നിൽക്കുന്നത് അതുപോലത്തെ ഉള്ളൊരു ഫീലിംഗ് ആയിട്ട് അവിടെ ഈച്ച് ആൻഡ് എവറി കുട്ടികളോട് ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ആദ്യം ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, എങ്ങനെ ആയിരിക്കും പിള്ളേരിപ്പോൾ ഇങ്ങനെ എല്ലാവരും വേറെ വേറെ കുട്ടികൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ. പക്ഷെ ആദ്യം ഒരു 1 to 2 weeks വളരെ ബുദ്ധിമുട്ടായിരുന്നു. ജസ്റ്റ് 1 to 2 weeks വരെ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ വളരെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി, ഭയങ്കര നമ്മൾ പുറത്ത് പോക്ക്, പിന്നെ അങ്ങനെ കറങ്ങൽ, പിന്നെ ഒന്നിച്ചിട്ട് പഠിക്കൽ, പിന്നെ ഹോസ്റ്റൽ മെസ്സിൽ നമ്മളുടെ ഓരോ അനുഭവങ്ങളും നമുക്ക് മറക്കാൻ പറ്റില്ല. കുട്ടികളായിട്ട് എല്ലാം നമ്മുടെ ബാച്ച് 3rd years ബാച്ചൊക്കെ വളരെ നല്ല, ഇവൻ എല്ലാ ബാച്ചിൽ നിന്നുള്ള കുട്ടികളൊക്കെ വളരെ നല്ല കുട്ടികളായിരുന്നു. നമ്മുടെ ജൂനിയേഴ്സ് ആവട്ടെ സീനിയേഴ്സ് ആവട്ടെ എല്ലാവരും നല്ല കുട്ടികളായിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. നമ്മൾ പുറത്തുനിന്നുള്ളൊരു കുട്ടിയാണ് അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒന്നും എനിക്കിതുവരെ അവരുടെ അടുത്തുനിന്ന് അങ്ങനെ അനുഭവം വന്നിട്ടില്ല. എല്ലാവരും നല്ല കുട്ടികൾ തന്നെയായിരുന്നു. അതായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഒക്കെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു എൻ്റെ ഹോസ്റ്റൽ അനുഭവം. ഞാൻ കൂടുതൽ എൻജോയ് ചെയ്ത എൻ്റെ ഹോസ്റ്റൽ ജീവിതമായിരുന്നു. എനിക്ക് വളരെ അത് മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട് എൻ്റെ ഹോസ്റ്റലിലേക്ക് ഒന്നും കൂടെ അവിടെ. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടെ MSc ബോട്ടണി ഇല്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ പോയേനെ. അപ്പം അങ്ങനെ ഒരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ വേറെന്താ, അതാണ് എൻ്റെ ഒരു കോളേജ് ജീവിതം എന്നുള്ളൊരു എനിക്ക് അൺഫർഗറ്റബിൾ ആണ് എൻ്റെ ഹോസ്റ്റൽ ജീവിതം. ഹോസ്റ്റലാണ് എനിക്ക് കോളേജിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഹോസ്റ്റലാണ് കൂടുതലും ഇഷ്ടം. ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ കോളേജ് മേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ BSc ബോട്ടണി ബാച്ച് കുട്ടികളും നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള കുട്ടികളാണ്. എല്ലാവരും നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഹോസ്റ്റൽ കുട്ടികളാണ് ഞാൻ അങ്ങനെ പറയില്ല, പക്ഷെ എനിക്ക് കൂടുതലും ഞാൻ ഫ്രണ്ട്, കാരണം നമ്മൾ അവിടെയാണല്ലോ, നമ്മുടെ ഹോം നമ്മളെ ഹോസ്റ്റലാണ്. അപ്പം നമ്മൾ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യും നമ്മളെ കുട്ടികളുടെ കൂടെ ആയിരിക്കും, നമ്മുടെ ഹോസ്റ്റലിലേഴ്സിൻ്റെ കൂടെ.
അപ്പം അങ്ങനെ എനിക്ക് കൂടുതൽ അവരായിട്ട് ഉള്ള ഒരു മൊമെന്റ്സ് മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ്സ് ആണ്. നമ്മൾ എന്താ സിസ്റ്ററോട് പറയാണ്ട് പുറത്ത് പോകലും വരലും, പിന്നെ അങ്ങനെ എന്താ പറയുക സിസ്റ്ററെ വായിലിരിക്കുന്ന ചീത്ത കേൾക്കലും, പിന്നെ അങ്ങോട്ട് തിരിച്ച് പറയലും, അങ്ങനെ ഒരു ബഹളമായിരുന്നു. അത് മറക്കാൻ പറ്റില്ല, വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ യൂട്യൂബ് ചാനൽ ഞാൻ എന്തിനാ സ്റ്റാർട്ട് ചെയ്ത്, അതായിരിക്കും എല്ലാവരുടെ മൈൻഡിലൊരു ചോദ്യമായിട്ട് നിൽക്കുക, എന്തുകൊണ്ടായിരിക്കും. അപ്പോൾ അത് മെയിൻ കാര്യമൊന്നുമല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തോണ്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്കൊരു ഹാമും വരില്ല, കാരണം അത് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിൽ എനിക്ക് വളരെ സന്തോഷം. നമുക്കറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങളും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ അറിയുന്നുണ്ട് അത് മനസ്സ് വെച്ചിരിക്കരുത്. അത് അറിയുന്ന കാര്യമുണ്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് വേറൊന്നും വേണ്ട, അതിൽ പരം വേറെ സന്തോഷമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് മണി ഇൻറ്റൻറ്റഡ് ഉള്ള ഒരു മെൻറ്റാലിറ്റിയിൽ ഞാൻ തുടങ്ങിയിട്ടില്ല ഈ ചാനൽ. മെയിനായിട്ട് ഈ ഒരു കോഴ്സിനാണ് ഞാൻ തുടങ്ങിയത്. അറിയുന്ന കുറച്ച് കാര്യമുണ്ട്, അത് ഷെയർ ചെയ്യാം. അപ്പം ഇനി ഞാൻ കുറേ എൻ്റെ വീഡിയോസിൽ കുറേ വ്ളോഗ്സ് ചെയ്യുന്നുണ്ടാവും, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, അങ്ങനെയുള്ളൊരു വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞി ബെല്ലുണ്ടാവും, ആ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ ഇനി ഇടുന്ന കുറേ വ്ളോഗ്സും ഡേ ഇൻ മൈ ലൈഫും ബ്യൂട്ടി ടിപ്സും ഹെൽത്തി ടിപ്സും ഒക്കെ ഞാൻ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനു വേണ്ടി ആട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം കേട്ടോ.